നമ്മെ വിട്ടുപിരിഞ്ഞ അഞ്ജലിക്കും ജെസ്സി മോഹനും നമ്മൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കേരള നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മയെല്ലാം നടുക്കിയ ഒരു സംഭവമായിരുന്നു. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ എന്ന നാടക ട്രൂപ്പിൻ്റെ അത് കണ്ണൂർ കേളകത്ത് വെച്ചുണ്ടായ ഒരു അപകടത്തിൽ 2 നടിമാർ മരിക്കുകയുണ്ടായി. 32 വയസ്സുള്ള അഞ്ജലിയും 59 വയസ്സുള്ള ജെസ്സി മോഹനുമാണ് അവിടെ അപകടത്തിൽ മരിച്ചത്. അപ്പം നമുക്ക് അവരുടെ ചില കാര്യങ്ങൾ, ഈ നാടക നടന്മാരുടെ അവരുടെ ഒരു വേദിയിൽ നിന്ന് ഒരു അഭിനയം മറ്റൊരു കഥാപാത്രമായി മാറിയ ശേഷം ജീവിതത്തിലേക്കുള്ള ആ തിരിച്ചുവരവിലെ മറ്റൊരു വേദിയിലേക്കുള്ള യാത്ര അവസാന യാത്രയായിരുന്ന് അവർ അറിഞ്ഞില്ല. കണ്ണൂർ കേളകത്ത് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. നാടക സംഘം സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കായംകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി സ്വദേശി ജെസ്സി മോഹൻ എന്നിവരാണ് മരിച്ചത്. ഇതൊരു അപകട വാർത്ത. നമ്മൾ സാധാരണ കാണുന്ന മാതിരിയുള്ള ഒരു അപകട വാർത്ത. ദിവസവും നമുക്ക് അപകട വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം. കലാകാരന്മാർ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിച്ച ഒരു വിഭാഗമാണ് കലാകാരന്മാർക്ക്. അവർക്ക് നല്ല വേതനം നല്ല ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടെങ്കിൽ പോലും ചെറിയ ആർട്ടിസ്റ്റ് മുതൽ വലിയ ആർട്ടിസ്റ്റുകൾ വരെ ആ ഘട്ടത്തെ തരണം ചെയ്തു വന്ന ഒരു അവസ്ഥയിൽ നിന്ന് മോചിതരായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലായിരുന്നു അവർ. ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിക്കാണ് ഈ അപകടമുണ്ടായത്. ഇവർ വയനാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇന്നലെ കണ്ണൂരിൽ പരിപാടി ഉണ്ടായിരുന്നു. ഇവർക്ക് കണ്ണൂർ കടന്നപ്പള്ളിയിൽ ഒരു നാടക സംഘത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതായത് കണ്ണൂരിൽ നിന്ന് കേളകത്ത്, കണ്ണൂരിലൊരു പരിപാടി കഴിഞ്ഞ് അവർ വയനാട്ടിലെ അതായത് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുമ്പോൾ കേളകത്ത് വെച്ചാണ് അവർ ഗൂഗിൾ മാപ്പ് ചതിച്ചതാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു. ഗൂഗിളിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു റൂട്ടിൽ നമ്മൾ നേരെയുള്ളൊരു പാതയിൽ നിന്ന് ഈ ശകലം ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കുന്ന വേറൊരു ബൈ റൂട്ടൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. എന്തോ അബദ്ധവശാൽ അങ്ങനെ ഡ്രൈവർ ഒരു വലിയ വാഹനങ്ങൾ കയറുവാൻ പാടില്ലാത്ത ഒരു റൂട്ടിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് ഒരു എസ് കർവ് കാണുകയും അവിടെ വെച്ച് വണ്ടി അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കരുതിയപ്പോൾ റിവേഴ്സ് എടുക്കുകയും വണ്ടി തലകുത്തി മറിയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ അഞ്ജലിയും ജെസ്സിയും നമ്മെ വേർപെട്ടത്. വയനാട്ടിലേക്ക് യാത്ര പോകുന്നതിനിടയ്ക്കാണ് ഈ അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഇവർ നെടുമ്പൊയിൽ ചുരം വഴി, കേളകത്ത് നിന്ന് നെടുമ്പൊയിൽ ചുരം വഴി വയനാട്ടിലേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ എന്തായാലും ശരി, ഈ കലയോടുള്ള ഇവരുടെയൊക്കെ ഒരു അഭിനിവേശം എത്രത്തോളം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു അഞ്ജലിയെ സംബന്ധിച്ചൊരു വളരെ ഒരു നൃത്തത്തിൽ അത്രയും കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു അഞ്ജലി എന്ന് പറയുന്നത്. അവർ കൂനിക്കാരിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ ഒരു പ്രേമ വിവാഹമായിരുന്നു. എൻ്റെ ഗ്രാമത്തിന് തൊട്ടടുത്താണ്, മുതുകുളം സ്വദേശിയാണ്. അവരുടെ ഒരു വേർപാട് സത്യത്തിൽ ഈ മുതുകുളം ഗ്രാമത്തെയും ഓണാട്ടുകര പ്രദേശത്തെയും, പ്രത്യേകിച്ച് കേരളത്തെ ഒട്ടാകെ ഉണ്ടെങ്കിൽ പോലും ഈ ഓണാട്ടുകരയിൽ ഇന്ന് ഉത്സവ ദിനങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഒരു വേളകൾ തുടങ്ങുകയാണ്. ശരണമന്ത്രങ്ങളുമൊക്കെ മുഴങ്ങുന്ന ഒരു വേളയിൽ ഒരു ഗ്രാമം തേങ്ങുകയാണ് സത്യത്തിൽ. വെള്ളിയാഴ്ച പുലർച്ചെ 3:30 ഏലപ്പീടിക കേളകം റോഡിലെ മലയാമ്പടിക്ക് സമീപം എസ് വളവിലാണ് അപകടമുണ്ടായത്. ഇറക്കമിറങ്ങി വരികയായിരുന്ന ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്ന് പറയുന്നു. മുൻഭാഗം കുത്തി വീണ ബസ് മരത്തിൽ തങ്ങിയാണ് നിന്നത്. മുൻസീറ്റിൽ ഇരുന്നവരാണ് മരിച്ചത്. അപകടം നിരോധിച്ച നെടുമ്പോയിൽ ചുരത്തിലേക്ക് കയറി പിന്നെ മരണക്കയത്തിലേക്ക് വീണ വനിതാ മെസ് എന്ന നാടകത്തിലെ അഭിനേത്രികൾ. ജീവിതത്തോട് മല്ലിടുമ്പോഴും കലയോടുള്ള സ്നേഹം കൊണ്ട് നാടകത്തട്ടിൽ പ്രേക്ഷകർക്ക് കണ്ണീരും കിനാവും ചിരിയും നൽകിയവർ. അഞ്ജലിയും ജെസ്സിയും ഒരുമിച്ച് അഭിനയിച്ച നാടക മുഹൂർത്തങ്ങൾ ഇനി നാം കാണുമ്പോൾ വെളിച്ചമുള്ള ഓർമ്മയായി അവർ ഓരോ മലയാളിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അവരുടെയൊക്കെ അഭിനയ മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ നമുക്ക് ചിരിക്കുവാനും ചിന്തിക്കുവാനുള്ള
അവസരങ്ങൾ തന്ന അവർ നമ്മളെ വേർപെടുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ കൂടി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും ഒരു വാടക വീട്ടിലാണ് ഈ ജെസ്സി എന്ന് പറയുന്ന അവർ കഴിയുന്നത്. തേവലക്കര മോഹൻ എന്ന് പറയുന്ന നാടനായിരുന്നു അവരുടെ ജെസ്സിയുടെ ഭർത്താവ്. അദ്ദേഹം നല്ലൊരു നാടക നടനായി. കൊല്ലം യവനിക എന്ന ട്രൂപ്പിലെ ഇവർ രണ്ടുപേരും 15 വർഷത്തോളം ഒരുമിച്ച് അഭിനയിച്ചതിന് ശേഷമാണ് അടുത്ത കാലത്താണ് ഈ കായംകുളം ദേവ കമ്മ്യൂണിക്കേഷനിൽ ഈ ജെസ്സി എന്ന് പറയുന്ന ഇവർ അഭിനയം തുടങ്ങിയത്. എന്നാൽ ഇന്ന് കുറച്ച് നാൾ 6 മാസം മുമ്പ് ഈ മോഹൻ ജെസ്സിയെ വിട്ടുപിരിഞ്ഞു. അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് അവരുടെ മനസ്സ് മാറും മുമ്പേ തന്നെ അവരെയും മോഹൻ്റെ അടുത്തേക്ക് യാത്രയാകുകയായിരുന്നു. ഇന്ന് വാടക വീട്ടിൽ കഴിയുന്ന ഈ നാടകത്തിലും ഇതുപോലുള്ള നാടൻ പാട്ട്, അതുപോലെ കഥാപ്രസംഗം, നിരവധി ആർട്ടിസ്റ്റുകളുടെ യാതനകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ അഞ്ജലിയുടെ ഒരു കൊച്ചുകുട്ടി ഒരു മുത്തശ്ശിയുടെ കൂടെ കഴിയുകയാണ്. ആ കുട്ടിയെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഈ മുതുകുളം ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം മൂകമായ ഒരു അന്തരീക്ഷമായിരുന്നു. ആ വീടും പരിസരവും എല്ലാം ആ കുട്ടിയെ കാണുമ്പോഴുള്ള ഒരു തേങ്ങലിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ പോയത്. കമ്മ്യൂണിക്കേഷൻ്റെ റെക്കോർഡിങ്ങിൻ്റെ നടന്ന സമയത്തുള്ള ഒരു പടമാണ് കായംകുളം രവീസ്. അത് എൻ്റെ ഒരു ആത്മമിത്രമായിരുന്നു കായംകുളം രവീസിലെ രവിച്ചേട്ടൻ. ഇപ്പോൾ അത് കണ്ണനാണ് നടത്തുന്നത്. അവിടെ നടന്ന റെക്കോർഡിങ്ങിൻ്റെ ഇതിലുള്ള അവർ എടുത്ത ഒരു ചെറിയ മൊബൈൽ പിക്ചറാണ്. അപ്പോൾ ഇതുപോലെ എത്ര ആർട്ടിസ്റ്റുകൾ അതിനകത്തിൽ അവരുടെ ഒരു ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംവിധായകരും സംഗീത സംവിധായകർ, ടെക്നീഷ്യൻസ്, അങ്ങനെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഈ ഒരു വാർത്ത വളരെ വലിയൊരു ദുഃഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മെ വിട്ടുപിരിഞ്ഞ അഞ്ജലിക്കും ജെസ്സി മോഹനും നമ്മൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഇവർക്ക് ഈ ഒരു അപകടത്തിൻ്റെ ക്ലെയിം ഒക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. അതിൻ്റെ ഒരു വശം വേറെ. പക്ഷേ അതിലുപരി സർക്കാർ തലത്തിൽ ഇവരുടെ ഈ ഒരു അഞ്ജലിയുടെ ഒരു കൊച്ചു കുട്ടിയുണ്ട്. അതുപോലെ ജെസ്സിയുടെ അവസ്ഥ എനിക്ക് മറ്റു കാര്യങ്ങൾ അറിയത്തില്ല. എന്നാൽ ഈ കുടുംബത്തിനൊക്കെ ഇവരുടെയൊക്കെ ഇപ്പോൾ സംഘടനകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും സർക്കാർ തലത്തിലൊക്കെ ഇവരെ സംരക്ഷിക്കുന്നതിന്, കലാകാരന്മാരെ സംരക്ഷിക്കുന്നതിന് ഉള്ള കാര്യങ്ങൾ വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.